പിന്നെ അങ്ങനെ പറഞ്ഞു നീ എന്തിനൊക്കെ കേൾക്കണം എനിക്ക് അവിടെ പോകും. എനിക്ക് എന്റെ ആവശ്യമില്ല. എനിക്കില്ല. നീ അങ്ങനെ പോയി വലിയ പോകാൻ ഒരു സീറ്റ് ഒഴിക്കും. ഞാൻ ഒരു തമാശ പറഞ്ഞാന്ന് അറിയില്ല. എനിക്കറിയാം അങ്ങനെയൊക്കെ പറയും. ഒരാളെ മുഖത്ത് നോക്കി മോഷ്ടിച്ചെന്നൊക്കെ പറയാൻ പറ്റുമോ? പിന്നെ നിങ്ങൾ വന്നിട്ട് നെടുകളത്തി പറഞ്ഞു ബാക്കി ആൾക്കൊന്നും ഇവിടെ പോയി ചേച്ചി പറയും. മോഷണം എന്നൊക്കെ അതിപ്പോ നമ്മളെ വേറെ എന്ത് അപ്പൊ നിങ്ങൾ മുഖത്ത് എഴുതി വെച്ചേക്കുന്നേ എനിക്ക് പറയാൻ പറ്റും. അത് നിന്റെ വീട്ടിൽ ഞാൻ പറ്റും മോഷിച്ചിട്ടുണ്ടോ? പിന്നല്ലാതെ പിന്നെന്താ അങ്ങനെ പറഞ്ഞു? ഞാൻ ഒരു തമാശ എന്താ പിന്നെ അവനെ പിടിച്ചു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പറയേണ്ട കാര്യം സെറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും മോഷണം പോയിട്ടുണ്ട്. അതൊക്കെ നിങ്ങളല്ലേ പറഞ്ഞു അവിടെ ചോന്നുണ്ട് തമാശായിട്ട് പറഞ്ഞു. ഹലോ രേണു, ഇപ്പോഴും ഈ അവസ്ഥയിൽ നിന്നെ വിറ്റ് ഞാൻ തിരുന്നൊക്കെയാണ് പറയുന്നത്. സത്യം പറഞ്ഞ ഇവനെ അങ്ങ് വഴി അനീഷ് വേറെ ആരാണെങ്കിലും ഇവൻ എന്നെ എന്തെല്ലാം പറഞ്ഞെന്നറിയാം. ഈ മീഡിയ മുമ്പിൽ ഇപ്പൊ ചാനലിന്റെ മുമ്പിലാണ് ഞാൻ ഇരിക്കുന്നത്. കരിമ്പടം എന്ന സിനിമയിലെ അഭിനേതാക്കളാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഒരുപാട് പുതുമുഖങ്ങളുണ്ട്. ഇവരെ സ്വാഗതം ചെയ്യാം. തുടങ്ങിക്കോളൂ, ഇൻട്രൊഡ്യൂസ് ചെയ്തോ. പേര് പറയും. മുഹമ്മദ് റിജാസ്. പ്ലസ് ടു പഠിക്കുന്നു. 10ാം ക്ലാസ്സിലെ സിനിമ എടുത്തത് 2 വർഷം. പ്ലസ് ടു ആയിട്ടുള്ളൂ. പ്ലസ് ടു നടക്കും. അപ്പൊ എനിക്ക് നടനായി. ഇതിനെന്താ വേഷം? നായകന്റെ കൂടെ തന്നെ ഒരു സ്റ്റുഡന്റ് ആയിട്ടാണ്. കുറച്ച് സഹായമൊക്കെ ചെയ്തു. ആദ്യത്തെ സിനിമയാണോ? സിനിമ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തു. ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തു. എൻ്റെ പേര് അനീഷ് പൊന്നപ്പൻ. അപ്പം ഞാൻ അനീഷ് പൊന്നപ്പൻ. അപ്പം ഞാൻ ഈ സിനിമയിൽ അക്ബർ എന്ന് പറയുന്നൊരു കഥാപാത്രമാണ് അവതരിപ്പിക്കുന്നത്. ഒരു സെൻട്രൽ ക്യാരക്ടറാണ്, ഈക്വൽ ടു ഹീറോ. അപ്പോൾ ഏകദേശം 1.5 മണിക്കൂറിനടുത്ത് സ്ക്രീൻ പ്രസൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതാണ് എൻ്റെ ഒരു. എന്താണ് കഥാപാത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് ഈ കഥാപാത്രം എന്ന് പറയുന്നത്? ഈ കഥാപാത്രത്തിലൂടെയാണ് ആദ്യം സിനിമ ഓടിപ്പോകുന്നത്. ഇപ്പോൾ 2 മേക്ക് ഓവറാണ്. അത് കഴിഞ്ഞിട്ട് ഇത് അടുത്ത നായകൻ മെയിൻ ഹീറോയിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മേക്ക് ഓവറിലൂടെ ലാസ്റ്റ് നമ്മൾ ക്ലൈമാക്സിൽ ഒരു പോസിറ്റീവ് ക്യാരക്ടറാണ്. പോസിറ്റീവ് ക്യാരക്ടറാണ്. പോസിറ്റീവ് ക്യാരക്ടർ. എൻ്റെ പേര് സജീന, കൊല്ലമാണ് സ്വദേശം. ഇതിൽ നല്ലൊരു ക്യാരക്ടേഴ്സാണ് ചെയ്യുന്നത്. ഹഷ്ന എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. അത് പോസിറ്റീവും ഉണ്ട്, എന്നാൽ ഒരു നെഗറ്റീവിനോട് ചേരുന്നതായിട്ടും ഉണ്ട്. അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടൊരു കഥാപാത്രമാണ്. രണ്ട് രീതിയിലുള്ള. ഞാൻ അത്യാവശ്യം ഒരു 3-4 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും നല്ലൊരു ക്യാരക്ടറേഷൻ കിട്ടി ഈ ഒരു സിനിമയിലാണ്. നല്ലൊരു ക്യാരക്ടറേഷൻ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു സർപ്രൈസ് എന്ന് പറഞ്ഞാൽ അത് എൻ്റെ മകൻ തന്നെയാണ്. അത് ശരി. അമ്മയും മകനും കൂടി അഭിനയം. ഇതിൽ നിങ്ങളുടെ കോമ്പിനേഷൻ സീൻസ് ഉണ്ടോ? ഇല്ല, കോമ്പിനേഷൻ സീൻസ് ഇല്ല. നായകന്റെ ഒപ്പമുള്ള വേഷമാണോ ചെയ്യുന്നത്? അപ്പൊ ഇതിൽ ഈ സിനിമയിലേക്ക് ആദ്യം വന്നത് അമ്മയാണോ മകനാണോ? ആദ്യം ഞാനാണ്. എന്നിട്ട് മകനെ. അപ്പൊ കൂടെ ഈ ഏജിലുള്ള 3 ക്യാരക്ടറും കൂടെ വേണമായിരുന്നു. അപ്പൊ അതെന്നോട് പറഞ്ഞപ്പം ഞാൻ അവരെ സജസ്റ്റ് ചെയ്തു. അപ്പൊ ഓക്കെ ആക്കി. അങ്ങനെ ഓക്കെ. പക്ഷെ നല്ല അഭിപ്രായമൊക്കെ നല്ല തന്നെ. കണ്ടിരുന്നോ? ഞാൻ പറഞ്ഞ അഭിനയിച്ച സീൻസ് ഒക്കെ കണ്ടിരുന്നു. കണ്ടു. അത് ഡയറക്ടർക്കും നല്ല സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുണ്ട്. നാച്ചുറൽ ആക്ടിംഗ് എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു. എൻ്റെ പേര് അജയ്. ഞാൻ കൊല്ലം അഞ്ചൽ. സ്വദേശം. എനിക്കുള്ള ഷൂട്ടും ആ ഭാഗത്തൊക്കെ നടന്നു. നമ്മുടെ ഏരിയ തന്നെ ആയിരുന്നു ഷൂട്ട്. ഒരു 10 വർഷമായിട്ട് ഇപ്പൊ മിമിക്രി മേഖലയിലുണ്ട്. മിമിക്രിയിലൂടെ പിന്നെ നാടകം, പിന്നെ ഇപ്പൊ ഫ്ലവേഴ്സ് ടിവിയിൽ പ്രോഗ്രാം ചെയ്യുന്നു. ഇത് ആദ്യത്തെ സിനിമയാണ്. ആദ്യത്തെ ആണോന്ന് വെച്ചാ അല്ല, കുറെ മുഖം കാണിച്ചിട്ടുണ്ട്. പക്ഷെ നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നത് ഇതിനകത്താണ്. ഇതിൽ തന്നെയാണ്. അതായത് എങ്ങനെയാ ഇതിലോട്ട് എത്തിയത്? ഈ സിനിമയിലോട്ട് ഞാൻ പറഞ്ഞപ്പോ സിനിമയിലോട്ട് എത്തിയെന്ന് മിമിക്രി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ളതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പിന്നെ നമ്മുടെ ഡയറക്ടർ സാർ അംല സാറിന്റെ ഒരു 3 ഷോർട്ട് ഫിലിമിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു വെച്ചിട്ടാണ് ഈ ഒരു ഗ്യാങ്ങിലേക്ക് എന്നെ വിളിക്കുന്നത്. അത്യാവശ്യം സെലിബ്രിറ്റി ആണ് ആള്. നമ്മുടെ ജോലി അല്ല നമ്മളവിടെ ജോലിക്ക് പോകുന്നത്. പഴയ മുഖമാണ്.
പഴമുഖമാണ്. എന്തായാലും കുഴപ്പം. എൻ്റെ പേര് ജിബിൻ എന്നാണ്, കൊല്ലത്താണ് വീട്. ഞാൻ ഇതെൻ്റെ ഒരു ഫസ്റ്റ് ഫിലിമാണ്. മീൻസ് ഒരു ബിഗ് സ്ക്രീനിൽ ആദ്യമായിട്ട് മുഖം കാണിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. എനിക്ക് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അനസ്. ഇതിൻ്റെ കഥയും തിരക്കഥയൊക്കെ രചിച്ചേക്കുന്നത് അനസാണ്. അപ്പം അനസ് പെട്ടെന്ന് ഒരു ദിവസം വിളിച്ച് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ക്യാരക്ടർ പറഞ്ഞു. നെഗറ്റീവ് ക്യാരക്ടറാണ്, അത്യാവശ്യം എന്താ പറയാ, ടൈഗർ ഷാൻ എന്നാണ് പേരിൽ തന്നെ. ഇത് കേട്ടപ്പോഴത്തേക്കും ആദ്യമേ എനിക്കത് എങ്ങനെയാണത് ഉൾക്കൊണ്ടെന്ന് എനിക്കറിയാൻ വയ്യ. ഇത് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട് എന്നെ അനസ് വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അപ്പിയറൻസ് വെച്ചിട്ട് അത് എനിക്ക് പറ്റില്ല എന്ന് എനിക്ക് ആദ്യമേ തോന്നി. പക്ഷേ ഡയറക്ടർ സാറ് പറഞ്ഞു നീ തന്നെ ചെയ്താൽ മതി, ഓക്കെയാണ്, കുഴപ്പമില്ല. അങ്ങനെ ഇതിലേക്ക് എത്തിപ്പെട്ടതാണ്. അതായത് ഒരു വില്ലൻ റോളാണ്. അപ്പോ വില്ലൻ ഉണ്ടോ? ഫൈറ്റേ ഉള്ളൂ. ആ ഡയലോഗ്സ് വളരെ കുറവും. ഇതില് ഓരോ ക്യാരക്ടറിനും ഓരോ പവറാണ്. എല്ലാ ക്യാരക്ടറും വന്നു പോകുന്ന ഒരു ബലമുള്ള ക്യാരക്ടർ. അതായത് എന്റെ ക്യാരക്ടറിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, അത് കോമ്രേഡ് മുനീർ എന്ന് പറഞ്ഞിട്ട് വേറെ എന്തിനും എതിർക്കും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പവറായിട്ടുള്ള ഒരു ടീമാണ്. ഈ സ്റ്റോറി പറഞ്ഞ് നമുക്ക് ആദ്യമേ അനുസരിച്ച് പറഞ്ഞു തന്നു. അപ്പം എനിക്ക് കേട്ടപ്പോൾ ഇൻട്രസ്റ്റ് തോന്നി, ഓക്കെ ഞാൻ ചെയ്യാം. അങ്ങനെ എന്നെ കൊണ്ടൊന്ന് ഓക്കെ നീ ചെയ്താൽ മതി, അങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷെ ഇവര് വേറെ ടീമാണ്, ഞങ്ങളുടെ ടീം വേറെ ടീം. എനിക്ക് ഞാൻ ടൈഗർ ഷാൻ എന്ന് പറയുന്ന ഒരാളും എനിക്കൊരു പേർ ആയിട്ട് തന്നെ സെയിം ഒരു ഗുണ്ട ടീമുണ്ട്. അതായത് സലീം രാജ് എന്ന് പറഞ്ഞത്. പുള്ളി അത്യാവശ്യം നല്ലൊരു കലാകാരനാണ്, വന്നിട്ടില്ല. അത് ഞങ്ങളുടെ കലാകാരല്ലേ? അല്ല, ഞാൻ ഈ കലാകാരെക്കാളും നമ്മൾ അത്ര നേരം പറഞ്ഞു കലാകാരൻ. ഞാനാ നിന്നെ എടുത്ത് പറഞ്ഞു. സോറി കേട്ടില്ല. പക്ഷെ പുള്ളി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പുള്ളിയെ പറ്റി പറഞ്ഞു. എല്ലാവരുമായിട്ടും സ്വഭാവം പോലെ പടം മൊത്തത്തിൽ ഫൈറ്റാണ്. ഇതില് ഞാൻ ചോദിച്ച ആദ്യം അഭിനയിക്കുന്നതാണ് സിനിമയില്, അതും അടി, ടൈമിംഗ് തെറ്റും, കുറെ തല്ല് തിരിച്ചു കിട്ടും, ഇഷ്ടം പോലെ അപകടങ്ങൾ പറ്റും. 4 പേരെ ആശുപത്രിയിലായി. കുഴപ്പമില്ല. അടിയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ ഈ നമ്മള് ആക്ടീവ് ആണെങ്കിലും കയ്യിൽ നിന്ന് വിട്ടുപോയ 2-3 സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ അനസിന്റെ തലക്കിട്ട് ഒരു അടിയാൻ കൊടുത്തായിരുന്നു ഇതിനകത്ത് വെച്ചിട്ട്. പട്ടിയിൽ വരെ ഒടിഞ്ഞു പോയി. എനിക്കും കിട്ടി. എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ഞാൻ. നമ്മളെ ഈ പടി വെച്ച് അടിക്കുമ്പോൾ മറ്റേ റബ്ബറിന്റെ ഒന്നും ഇല്ല, ഒറിജിനൽ വടി വെച്ചിട്ട് 2 ഒടിച്ചിട്ട് കൂട്ടി വെക്കും. അത് അത് നിന്നെ കറക്റ്റ് ആയിട്ട് തന്നെ അല്ല, ഡമ്മി അല്ലാതെ അല്ല. പുറകെ കൊണ്ടിട്ട് 2 പോകും. 3-4 റേറ്റ് മനഃപൂർവ്വം തോന്നാറുണ്ട് അടിക്കാൻ. എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ആളെന്നെ നായകനെ നമുക്കൊന്നും അങ്ങനെ കൊണ്ട് ശീലമില്ല. ഇവരൊരു ടീമാ, അതുകൊണ്ടാ ഇവരൊരു ടീമാ. ഇങ്ങനെയൊക്കെയുള്ള അതെ അതെ ഞങ്ങൾ ഞാൻ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു. അതെ അതെ ഇല്ല ഇല്ല കോമഡി ആരുമില്ല. ഇല്ല, നിങ്ങൾ എല്ലാവരും പുതിയ ആളുകളാണോ? അപ്പൊ എങ്ങനെയാണ് ഡയറക്ടർ നിങ്ങൾക്ക് എല്ലാവരെയും? അല്ല, ഇത് നമുക്ക് പറഞ്ഞു തരുന്നത്, ഞാൻ അത്യാവശ്യം ഇഷ്ടംപോലെ സീരിയൽ അഭിനയിച്ചിട്ടുണ്ട്, ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, ഇതിന് മുമ്പ് 5-6 സിനിമ ചെയ്തിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നല്ലൊരു ക്യാരക്ടറേഷൻ കിട്ടുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിലാണ്. അത്യാവശ്യം നമുക്ക് പറഞ്ഞു തരുന്നത് ചെയ്യാനുള്ള കഴിവുണ്ടെന്നുള്ളൊരു പൂർണ്ണബോധം ഉള്ളത് കൊണ്ടാണ് നമ്മളെയൊക്കെ കാസ്റ്റ് ചെയ്യുന്നത്. അത് 100% നമ്മൾ കൊടുത്തെന്നാണ് ഒരു വിശ്വാസം. ഇതിലിപ്പോ ഡയറക്ടർ എങ്ങനെയായിരിക്കും തെരഞ്ഞെടുത്തത്? നിങ്ങൾ ഓരോരുത്തരെ ചോദിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ പിന്നെ ഷോർട്ട് ഫിലിം ഈ ഡയറക്ടറിനെ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. കോമഡിയിലൂടെ ഞാൻ വേറൊരു സീരിയൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇതിൽ അഭിനയിക്കുന്ന ഷിബിന എന്ന് പറയുന്ന ഒരു കൊച്ചു അതിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു. അപ്പം കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സ് കൊണ്ടുവരണമെന്ന് എന്റെ അടുത്ത് അവിടെ നിന്ന് പറഞ്ഞു. ഞാൻ കൊണ്ടു ചെന്നപ്പോഴത്തേക്ക് അതല്ല എന്റെ ക്യാരക്ടർ കുറച്ച് പാവം ചെന്ന വീട്ടില്ല, അതായത് വെച്ച് കീറി പറഞ്ഞ ഡ്രസ്സാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഷിബിനയുടെ ഡ്രസ്സ് എനിക്ക് തന്നു. അത് കണ്ടിന്യൂറ്റി ഉള്ളത് കൊണ്ട് അന്ന് അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ ആ ഡ്രസ്സ് എന്റെ കയ്യിലായിപ്പോയി. അങ്ങനെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി വിളിച്ചപ്പോഴാണ് പറഞ്ഞത് ഇന്ന കണക്ക് പിന്നെ പള്ളിക്കൽ ഒരു സിനിമയിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, നീ അവളോട് കൊണ്ടുവന്ന് തന്നാതി എന്ന് പറഞ്ഞു. ഞാൻ ഇതും കൊണ്ട് വന്ന സമയത്താണ് ഈ അനസിക്കായി നേരിട്ട് കാണുന്നത്. ഇത് ഇവർക്ക് കൊടുക്കരുത് ഞാൻ പറഞ്ഞു, ഞങ്ങളെ കൂടെ വിളിക്കും, ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്. ആ സമയത്ത് നമ്മൾ ക്യാരക്ടർ സെർച്ച് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കുമ്പോ പറഞ്ഞു, ഞാൻ ചോദിച്ചു ഞങ്ങളെ കൂടെ ഒന്ന് സെലക്ട് ചെയ്യാം, ഞങ്ങളൊക്കെ അഭിനയിക്കുന്നതാന്ന് പറഞ്ഞു. ആ ഒരൊറ്റ വാക്കിലാണ് എനിക്കും എന്റെ മോനും ഇവിടെ ഇരിക്കാൻ പറ്റിയത്. ലിസ്റ്റിലില്ല. പക്ഷെ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്, കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു.
അപ്പൊ അത് ഞാനത് പറഞ്ഞപ്പോൾ ആ ക്യാരക്ടറിന് ആപ്റ്റ് ആണെന്ന് തോന്നി എന്നെ സെലക്ട് ചെയ്തു. അപ്പൊ ഇതിൽ ആദ്യമായിട്ടാണ് ക്യാരക്ടർ റോൾ കിട്ടണമെന്ന് പറഞ്ഞു. അപ്പൊ ഏറ്റവും കൂടുതൽ ഡയലോഗ് പറഞ്ഞത് ഈ സിനിമയിലായിരിക്കുമല്ലോ. അല്ല, ഇതിനു മുമ്പ് വേറൊരു സിനിമ ചെയ്തു, അത് തിയേറ്ററിൽ റിലീസ് ആവുകയും അല്ല, അതിലും ഇതേപോലത്തെ റോൾസ് ആയിരുന്നു, വലിയ റോളൊക്കെ. സീനുകളുണ്ടായിരുന്നു, കോമഡി സീനായിരുന്നു. അപ്പൊ അതുകൊണ്ട് അഭിനയിക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇതിൽ എത്ര വലിയ റോൾ കിട്ടിയപ്പോ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. ബുദ്ധിമുട്ടൊന്നുമില്ല. മനസ്സിലൊരു ഇതുണ്ട്, കറക്റ്റ് അത് കിട്ടണം, അത് കിട്ടുന്ന ഈ എല്ലാ ലൊക്കേഷനിലും ഇങ്ങനെ മോഷണം പോകുന്ന ഒരു അറിവുണ്ട്. കോസ്റ്റ്യൂമുകൾ പോടാടുന്നത് അങ്ങനെ, ആ കോസ്റ്റ്യൂം അങ്ങനെ പോയതല്ല, അത് ഞാൻ പറഞ്ഞില്ലേ ക്യാരക്ടറിന് വേണ്ടി തന്നതാണ്. ആ ഒരു നല്ല വർത്താനം പറയുന്നത്, അതെന്തൊരു വർത്താനം അങ്ങനെ പറഞ്ഞു. ഞാൻ തമാശ പറഞ്ഞു, നിങ്ങൾക്ക് മോഷണം ഒന്നും തമാശ പറയണ്ട, അത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ തമാശ പറഞ്ഞു, നമ്മളെന്താ തമാശ പറയുന്നില്ല. അങ്ങനല്ല, അങ്ങനല്ല, അത് ശരിയല്ല ഒരിക്കലും. അങ്ങനെ ഒരു തമാശ പറഞ്ഞല്ലേ, അതെന്താ അങ്ങനെ നിങ്ങളെ കോസ്റ്റ്യൂം കൊണ്ട് ആ ലൊക്കേഷൻ ഈ ലൊക്കേഷൻ വ്യക്തമായിട്ട് അതിൽ അഭിനയിക്കാൻ പോയപ്പോ ഞാൻ കൊണ്ടിരുന്ന കോസ്റ്റ്യൂം അതിന് ആപ്റ്റ് അല്ലാത്തത് കൊണ്ട് അതിന്റെ എതിർവായിട്ട് അഭിനയിച്ച അവരുടെ കോസ്റ്റ്യൂം എന്തൊക്കെയാ തമാശ പറഞ്ഞ ഞാൻ പറഞ്ഞ മോഷണം എന്നൊക്കെ അതിപ്പോ നമ്മളെ വേറെ എന്ത് അപ്പൊ നിങ്ങൾ മുഖത്ത് എഴുതി വെച്ചേക്കുന്നേ എനിക്ക് പറയാൻ പറ്റും. അത് നിന്റെ വീട്ടിൽ ഞാൻ വില മോഷിച്ചിട്ടുണ്ടോ? പിന്നെന്താ അങ്ങനെ പറഞ്ഞത്? ഞാൻ ഒരു തമാശ പറഞ്ഞാന്ന് പറഞ്ഞില്ല, ഇന്റർവ്യൂ ആകുമ്പോ അങ്ങനെയൊക്കെ പറയും. ഒരാളെ മുഖത്ത് നോക്കി മോഷ്ടിച്ചെന്നൊക്കെ പറയാൻ പറ്റുമോ? പിന്നെ നിങ്ങൾ വന്നിട്ട് നെടുകളത്തി പറഞ്ഞു, ബാക്കി ആൾക്കൊന്നും ഇവിടെ പോയി എന്താ അവനെ പിടിച്ചു വീഴുമോ? മോഷണം എന്ന് പറയുന്നത് അങ്ങനെ ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ശരി ശരി, നിങ്ങളുടെ ഉള്ളിൽ അത് കാണും, അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് തമാശ പറയുന്നത്. വീട്ടിലിരിക്കുന്നവരെ പറയേണ്ട കാര്യം സെറ്റ് ചെയ്ത് പല കാര്യങ്ങളും മോഷണം പോയിട്ടുണ്ട്. അതൊക്കെ പിന്നെ നിങ്ങളല്ലേ പറഞ്ഞു അവിടുന്ന് കൊണ്ട് ചോന്നോണ്ട് ഇവിടെ ഞാൻ തമാശയായിട്ടല്ലേ പറഞ്ഞത്. മോഷണം ഇവിടെ പിന്നെ സീരിയസ് തമാശ പിന്നെ മോഷണം എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, അത് പറഞ്ഞല്ലോ, പിന്നീട് എഴുതി വെച്ചിരിക്കുന്നൊക്കെ പറയുന്നത് എന്തുവാ? കൊള്ളയല്ലേ പറയുന്നത്. പെൺപിളെ എന്താണ് ഉദ്ദേശിച്ചത്? ചുമ്മാ പ്ലാൻഡ് ആയിരുന്നോ? ഇത് ഞാൻ ആ സ്റ്റോറി ഇപ്പോഴല്ലേ പറഞ്ഞത്. അത് രണ്ടുപേരും കൈ അടിച്ചപ്പോ എനിക്ക് മനസ്സിലായി പ്ലാൻ അല്ലെന്ന്. സീരിയസ്ലി അല്ലെന്നേ അവരെ പറഞ്ഞു. എന്തായാലും ഇത് കഴിയട്ടെ. അവളൊക്കെ നിക്കറൊക്കെ വെച്ചു. അപ്പൊ നേരത്തെ അഭിനയിച്ച സിനിമകൾ ഏതൊക്കെയായിരുന്നു ഇതിനു മുമ്പ്? DNA എന്ന് പറഞ്ഞ സിനിമ, വലിയ സ്റ്റാർ കാസ്റ്റ് ഉള്ള സിനിമ. ഒരു ചെറിയ അത്യാവശ്യം സ്ക്രീൻ സ്പേസ് ഉണ്ടെന്നേ ഉള്ളൂ, ഡയലോഗ് ഇല്ല. പോലീസ് 20 ദിവസത്തെ വർക്ക് ഉണ്ടായിരുന്നു. പിന്നെ DNA, കൽബും, പിന്നെ ഒരു സ്റ്റാർട്ട് ആക്ഷൻ സ്റ്റോറി, അതിനകത്താണ് 7 സീനുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ തിയേറ്ററിൽ റിലീസ് ആയതാണ്, 1 മാസത്തോളം അത് ഓടി. രേണുസുതി നമ്മളുടെ നമ്മള് ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്. ഷോർട്ട് ഫിലിം ആണോ അഭിനയിച്ചിട്ടുള്ളത്? അല്ലല്ല, ഇത് ഞാൻ ഈ പറഞ്ഞ എല്ലാ സിനിമയാണ്. ഷോർട്ട് ഫിലിം ആൽബം ഒക്കെ നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ രേണുസുതി, അതിൽ നമ്മളെടുത്ത ശിശിരം എന്ന് പറയുന്ന ഒരു ആൽബം 1 മില്യൺ വ്യൂ പോയിട്ടുണ്ട്. അതിലെ നായകൻ അനീഷ്. ഇപ്പോഴും അത് നല്ല ഹൈ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ കാണാത്ത ചേച്ചി, ഞാൻ ആ 1 മില്യണിൽ ഇല്ല. ആദ്യം ആരായിരുന്നു വിളിച്ചത് ഓർത്ത് നോക്കിയാണ്? ആദ്യം ആരെയും വിളിച്ചില്ല. എന്നെ വിളിച്ചായിരുന്നു. അങ്ങനെ പറ. അഭിനയിക്കാൻ വിളിച്ചു. അല്ല, എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ വിളിച്ചില്ല. എന്റെ ദൈവമേ, ഫോൺ റെക്കോർഡ് ഇല്ലാതായി. ഇല്ല, ഞാൻ കേൾപ്പിക്കായിരുന്നു. ഇല്ല, ഞാൻ വിളിച്ച് വന്ന് അഭിനയിക്ക്, അവരൊക്കെ അഭിനയിക്കും. എനിക്ക് സമയം, ഞാൻ വേറെ പിന്നെ നമ്മള് വൈറൽ സ്റ്റാർ. അപ്പൊ ഈ സിനിമയെ കുറിച്ചുള്ള പ്രതീക്ഷ എന്താണ്? പ്രതീക്ഷ സത്യം പറഞ്ഞാൽ ഇത് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. പ്രേക്ഷകർ തീരുമാനിക്കണമെന്നില്ല, നമ്മളത് ചെയ്താൽ കോൺഫിഡൻസ് നമുക്കുണ്ട്. കാരണം ഇതൊരു വെറൈറ്റി സിനിമയാണ്, വെറൈറ്റി കഥയാണ്. ഇത് ഓരോ സീൻ കഴിയും തോറും ട്വിസ്റ്റ് ആണ്. അടുത്തത് എന്താണെന്നുള്ള അടുത്ത സീൻ എന്താണെന്നുള്ള ക്യൂരിയോസിറ്റി ജനങ്ങളെ എത്തിക്കുന്ന ഒരു സിനിമ തന്നെ. അപ്പൊ സത്യം പറഞ്ഞാൽ ജനങ്ങളെക്കാട്ടി കൂടുതൽ കാണാൻ ഒന്ന് കാത്തിരിക്കുക. ഈ രേണുസുതി അഭിനയിച്ചെന്ന് പറഞ്ഞു, പക്ഷെ എനിക്ക് തോന്നുന്നു അവർ ഏറ്റവും പോസ്റ്റ് ഇടാറുണ്ടോ?
എങ്ങനെ അവരെ വിമർശിച്ചിട്ടാണോ കൂടുതൽ പോസ്റ്റ് ഒരിക്കലും ഞാൻ അവളെ പോസിറ്റീവ് ചെയ്താണ് ഇന്നുവരെ വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല ഏറി കിടന്ന് കറക്കാം. എനിക്കൊരു ചാനലുണ്ട് സജീന ബ്ലോഗ്സ് എന്ന് പറഞ്ഞു. അതിൽ സ്റ്റാർട്ടിങ് ഈ നിമിഷം വരെ രേണുസുതിക്ക് വേണ്ടി സപ്പോർട്ടായിട്ട് മാത്രമേ വീഡിയോ ഇട്ടിട്ടുള്ളൂ. രേണുസുതിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ അങ്ങനെ പോസ്റ്റ് ഇടുന്നത്. അത് രേണുസുതിക്ക് എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമല്ലല്ലോ പറഞ്ഞത്. നിങ്ങൾ നാട്ടുകാർ കാണണമെന്നുണ്ടോ? പറഞ്ഞില്ലല്ലോ അജയ്, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ നടക്കൂല, ഇനി അത് നടക്കൂല. അല്ല ഈ പോസിറ്റീവായിട്ട് ഇടുന്നു എന്ന് പറയുന്നത് അവർക്കെതിരെ ഇങ്ങനെ ഓരോ അറ്റാക്ക് വരുന്നതുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നു. സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം. അത് മാത്രമല്ല നല്ലൊരു ഫ്രണ്ടാണ്. ഈ രേണുവിനെ കാണുന്നത് തന്നെ ഒരു 1.5 വർഷത്തിന് മുമ്പ് ദയാവതം എന്ന് പറഞ്ഞൊരു സിനിമ ലൊക്കേഷൻ വെച്ചാൽ കാണുന്നത്. അന്ന് മുതൽ ഈ നിമിഷം വരെ നല്ലൊരു ഫ്രണ്ടായിട്ട് തന്നെ ഞാൻ കണ്ടിട്ടുള്ളത്. ഓരോരുത്തരും ഓരോ നെഗറ്റീവ് പറയുന്നെങ്കിലും അതിനകത്ത് സത്യസന്ധമായിട്ട് പറയാം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാം കൊച്ചിന്റെ അഭിനയിച്ച ആൾക്ക് എന്തോ പറയുന്നത്. അത് ഞാൻ ചെയ്യട്ടെ. ഇപ്പൊ രേണുവിനെ കൊണ്ട് നമുക്ക് ഗുണമുള്ളത് കൊണ്ടാണ് രേണുവിനോട് നിൽക്കുന്നത്, വീഡിയോ ഒക്കെ ഇടുന്നത്. തോന്നില്ല. എന്നാൽ എന്തുകൊണ്ടാണ് അസുഖമാണെന്ന് അറിഞ്ഞതിന് ശേഷവും വീഡിയോ ഒക്കെ ഇടുന്നത്? പോസിറ്റീവോ നെഗറ്റീവോ ഒരാൾക്ക് വലിയൊരു അസുഖം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ സപ്പോർട്ട് ചെയ്യാനാണ് ഇടുന്നതാണ് പറയുന്നത്. അറിയാൻ വേണ്ടി ഒരുപാട് പ്രേക്ഷകർ എന്റെ ചാനലിലുണ്ട്. ഈ പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ വ്യൂവേഴ്സ് കൂടുന്നുണ്ടോ? അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അവിടെയാണ് അനുസരിച്ച് തെറ്റിയത്. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് വ്യൂ മാത്രമാണോ? അല്ല, ഏണിങ്സിനും വ്യൂവിനും വേണ്ടിയിട്ടാണ് ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുന്നത് പറയുന്നത് വളരെ മണ്ടത്തരമാണ്. എനിക്ക് ഏണിങ്സ് വ്യൂവും വേണമെങ്കിൽ ഒരു വീഡിയോ രേണുവിനെ വെച്ച് നെഗറ്റീവ് ഇട്ടാൽ എനിക്ക് ഇപ്പൊ കിട്ടിയതിനെക്കാട്ടി 100 ഇരട്ടി ഹൈപ്പ് കിട്ടും. ഞാനൊരു ദിവസം കൂടി പോയ 10K ഇതിനപ്പുറത്തോട്ട് എനിക്ക് വ്യൂ പോവാറില്ല. ലൈവ് പോവാറുണ്ടോ? എന്റെ പേർക്ക് കേസ് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം. അപ്പൊ ഞാൻ വളരെ അടുത്ത സുഹൃത്താണ് രേണുസുതിയുടെ. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം കാണാൻ പോയല്ലോ. അപ്പൊ 2-3 വട്ടം ചേച്ചിയൊക്കെ ചെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് എൻ്റെ അടുത്തൊന്നും ഡയറക്റ്റ് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു ഫീല് വരുന്നുണ്ട്. അപ്പൊ ആ രേണുവിനെ കൊണ്ട് എന്തെങ്കിലും മുതലെടുപ്പ് ചുമ്മാ ഒരിക്കലും ഇല്ല. ഒരിക്കലും അങ്ങനെ രേണുവിനെ കൊണ്ട് വേറൊരു കാര്യം കൂടെ അന്വേഷണം മനസ്സിലാക്കാനുണ്ട്. ഇപ്പൊ നമ്മുടെ ഷോർട്ട് ഫിലിം എടുക്കുന്ന സമയത്ത്, ആൽബം എടുക്കുന്ന സമയത്തും ഒരുപാട് മീഡിയക്കാര് രേണുവിന്റെ പുറകിൽ വരുന്നുണ്ട്. കൊണ്ടുപോയിക്കോ? ഉണ്ട്. അപ്പോൾ നമുക്ക് വ്യൂവിനും റീച്ചിനും വേണ്ടിയിട്ടാണെങ്കിൽ ആ മീഡിയക്കാരെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ കഴിവുള്ളൊരുത്തി ഞാനായിരുന്നു. ആ മീഡിയക്കാരുടെ മുമ്പിൽ ഞാൻ ചെന്ന് നിൽക്കുകയോ രേണുവിനെ പിടിച്ചു നിർത്തിയിട്ട് നമ്മൾ വ്ലോഗ് ചെയ്യുകയോ അല്ലെങ്കിൽ അവർക്ക് ഇന്റർവ്യൂ ചെയ്ത് കണ്ടിട്ടുണ്ടോ? എനിക്ക് ആ ഒരു വഴി കൂടെ കയറി പോകാറുണ്ട്. ഒരിക്കലും ഇല്ല. എനിക്ക് എന്റെ കഴിവ് എനിക്ക് വിശ്വാസം. ഞാൻ എത്തേണ്ടടുത്ത് എത്തപ്പെടുമെന്ന് എനിക്ക് വിശ്വാസം. ചേച്ചി പറയുന്നത് ഒക്കെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ചേച്ചി അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഈ എന്തെങ്കിലും ഇത് കണക്ക് റീച്ച് വേണ്ടിയിട്ടാണ് മനസ്സ് വെച്ചാൽ ചെയ്യുന്നതെങ്കിൽ ദൈവത്തോർത്ത് അത് നിർത്തണം. അയ്യേ, ഒരിക്കലും അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ തെറ്റാ. അതാ ഞാൻ പറഞ്ഞത്. ആണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ആണെങ്കിൽ അങ്ങനെ ഇനി ചെയ്യരുത്. എനിക്ക് പറയാം. ഫീൽ ചെയ്യരുത്, ഹേർട്ട് ചെയ്യരുത്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ പറയുക, ഈ വീടിന് മുമ്പിൽ ഞാൻ തുറന്നു പറയുക. അല്ലല്ല, എനിക്കത് സംസാരിക്കുമ്പോ ഇച്ചിരി സൗണ്ട് കൂടും. അത് ഫീൽ ചെയ്തെന്ന് തോന്നുന്നു. അനീഷ് അങ്ങനെ പറഞ്ഞതിൽ എനിക്ക് ഫീൽ നല്ല കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ട് തന്നെ പറയുവാണ്. അനീഷ് 2 ദിവസം മുമ്പ് വീട്ടിൽ ഞാൻ പോയി. അപ്പൊ രേണു അങ്ങനെ പറഞ്ഞതല്ല എന്ന് പറഞ്ഞതിൽ തന്നെ ഞാൻ മന്ദബുദ്ധിയൊന്നുമല്ല. ഞാൻ കല്യാണം കഴിച്ച് കിടക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ പോയത് ഞങ്ങൾ നല്ല സുഹൃത്താണെന്ന് അറിയിക്കാൻ വേണ്ടി പറഞ്ഞു. എല്ലാവരും ഒരു കാര്യങ്ങളും അടുപ്പിക്കുന്ന സുഹൃത്താണ്. ചേച്ചി എങ്ങനെ സുഹൃത്തായി? അതെങ്ങനെ സുഹൃത്തായി? നിങ്ങൾക്ക് അത് പറയാനുള്ള കാര്യമല്ലേ? ഇത് നമ്മുടെ കരിമ്പടത്തിന്റെ പോകണം. രേണുവിന്റെ കാര്യം സംസാരിക്കാൻ നിങ്ങൾ മാറി. ബാക്കിയുള്ള നാട്ടുകാരുടെ കാര്യം പറയാൻ ഞാൻ ഈ മീഡിയയുടെ മുമ്പിൽ പറയാൻ ചന്തേ ഈ മീഡിയ മുമ്പിൽ ഞാൻ പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. അനീഷ് പറഞ്ഞില്ലേ? എന്റെ പൊന്നു സുഹൃത്തെ നിർത്ത്. ഞാൻ പറഞ്ഞു നിർത്തിട്ട് അപ്പൊ നീ അറിയാം. ഇപ്പൊ ഞാൻ സോഷ്യൽ മീഡിയ തുറന്നു പറയാം. നാളെ ഇത് ടെലികാസ്റ്റ് ചെയ്താൽ എനിക്ക് വിഷയമൊന്നുമില്ല. രേണുവിനെ സപ്പോർട്ട് ചെയ്താൽ വീഡിയോ ഇടുന്നു, അങ്ങ് നിർത്തിക്കൂടെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഈ ഓരോ വീഡിയോ ഇടുന്നത് പിന്നിൽ എന്താണ് അനീഷ് അറിയത്തില്ലല്ലോ. ചേച്ചി, അച്ഛൻ,
ഇത് എന്നെ വിളിച്ച് എനിക്ക് തന്നെ കണ്ടന്റ് അനുസരിച്ചാണ് ഞാൻ വീഡിയോ ചുമ്മാ ചുമ്മാ അതൊക്കെ ചുമ്മാ ചുമ്മാ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ ഞാനെങ്ങനെ അറിയും? എന്നെ വിളിച്ച് പറഞ്ഞു സജീന രേണുവിന്റെ അച്ഛനും അമ്മയും വിളിച്ച് കണ്ടന്റ് കൊടുക്കുന്നു. കണ്ടന്റ് കൊടുക്കുന്നു. എന്ത് കണ്ടന്റ്? കണ്ടന്റ് എന്നല്ല എന്ത്? രേണുവിന്റെ അച്ഛനും അമ്മയും വിളിച്ചിട്ട് കണ്ടന്റ് കൊടുക്കും. ഹോസ്പിറ്റലിൽ പോകുമ്പോ രാവിലെ ചേച്ചി വിളിക്കും, ചേച്ചി ഞങ്ങളുടെ രേണുവിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ്, അപ്പൊ അവര് പ്രൊമോട്ട് ചെയ്യാൻ പറയുവാണ്. പ്രാർത്ഥിക്കണേ, പ്രാർത്ഥന മാത്രം മതി ചേച്ചി. ആ പ്രാർത്ഥന വീഡിയോസ് ആയിട്ട് നമ്മൾ എടുക്കും. ഞാനത് പോസ്റ്റ് ആയിട്ട് അതിന്റെ താഴെ വന്ന ആ കമന്റുകൾ ഫുള്ള് ഞാൻ അത് പ്രൊമോട്ട് ചെയ്യുമല്ലേ? ഞാൻ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. ഇത് രേണുവിന്റെ A to Z കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ എന്തറിഞ്ഞിട്ടായി പറയുന്നത്? ഈ രേണുസിനെ കൊണ്ട് 1.5-2 വർഷത്തോളം നമ്മൾ സോഷ്യൽ മീഡിയ മൊത്തം ഇപ്പോഴും അവിടെ ഹൈപ്പിച്ചാണ് ഇരിക്കുന്നത്, എവിടെ ഡൗൺ ആയിട്ടില്ല. ഈ അസുഖം വന്ന് കിടന്നിട്ട് പോലും ഈ രേണുസിനെ വിറ്റ് തിന്നാത്ത ആരുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ? അത് പറ. ഞാൻ ആ വാക്ക് പറഞ്ഞില്ലെന്നുള്ള, അങ്ങനാണെങ്കിൽ നിർത്തണമെന്നേ പറഞ്ഞു. ദൈവത്തെ അത് അല്ലാതെ നിർത്തണമെന്നില്ല ഞാൻ പറഞ്ഞു. അങ്ങനെ മനസ്സിലെങ്കിലും ചിന്തിച്ചിട്ടാണെങ്കിൽ നിർത്തണം, ചെയ്യരുത്. ഉണ്ടാക്കണമായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് സിമ്പിൾ ആണ് ഒരു ഉത്തരം. നെഗറ്റീവ് കമന്റ് ഇട്ടാൽ മതി. നെഗറ്റീവ് മാത്രം ഒരു ഒറ്റ വീഡിയോ ഞാൻ ഇട്ടാൽ നീ ഈ പറഞ്ഞ റീച്ച് ഹൈപ്പും ഏണിങ്സും കിട്ടും. ഞാൻ പക്ഷെ അങ്ങനെ ഇപ്പൊ കിട്ടുന്നില്ല. ഇപ്പൊ എത്ര കിട്ടുന്നില്ല? ഇപ്പൊ എത്ര കിട്ടുന്നുണ്ട്? എനിക്ക് പറയുന്നത് എനിക്ക് ഞാൻ ഇപ്പൊ എത്ര കിട്ടുന്നുണ്ട്? തെളിവെടുത്ത് കാണിച്ചു 2 മാസം അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴത്തേക്ക് എനിക്ക് യൂട്യൂബിൽ $100 സത്യസന്ധമായിട്ടുള്ള കാര്യം. 3 മാസം കൂടുന്നു. വേറെ ഞാൻ കൊണ്ട് ചെയ്തു. അത് അല്ല, നിങ്ങൾക്ക് അത്രയ്ക്ക് ബുദ്ധിയില്ലാത്തവരാണ്. വ്യൂ നോക്കി അറിയത്തില്ല. നമ്മളൊരു യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ എടുത്താൽ 1K 2K വ്യൂവിന് എന്തോ കിട്ടുമെന്നാ ഞാൻ ഇടുന്ന വീഡിയോയിൽ എന്തെങ്കിലും ഹൈപ്പിൽ 5Kയോ 10Kയോ അപ്പൊ രേണു ഇല്ലെങ്കിൽ സജീന ഇല്ല, കേറത്തില്ല, യൂട്യൂബില്ല, ഈ $100 ഇല്ല. രേണു ഇല്ല, സജീന തീർന്നു. ഞാൻ വ്ലോഗ് ചെയ്തത് അത് പല വീഡിയോയിൽ ഞാൻ പിന്നെ ഈ $100 എത്ര ശതമാനം രേണു കൊടുക്കും? എന്തിനു കൊടുക്കുന്നത്? ഞാൻ അത് ഞാൻ പറഞ്ഞത് ഒരു 70 സുഹൃത്താണ് രേണുവിന്റെ കണ്ടന്റ് വീഡിയോ ചെയ്യും. എന്തിനാ ഞാൻ പോകുമ്പോ ഇത് കൊടുക്കുന്നുണ്ടേ, ഞാൻ ഇത് കൊടുക്കുന്നുണ്ടേ എന്ന് പറഞ്ഞിട്ടാണ് പോണത്. എനിക്ക് എന്റെ മനസ്സിൽ എന്താണ് വഴി പോകുന്നത്? ഞാൻ ചോദിച്ചല്ലേ രേണുവിനെ ഒരു മീഡിയ ചോദിച്ചേ. എനിക്ക് താല്പര്യമില്ലെന്ന് പറയാം. ഞാൻ അവിടെ എന്ത് ചെയ്യുന്നു അത് അതിന്റെ പേഴ്സണലാണ്. ഞാൻ അവർക്ക് എന്ത് കൊടുക്കുന്നു, എന്ത് ചെയ്യുന്നു, ഞാൻ മുഖേന വേറെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നു, അതൊന്നും എനിക്ക് പറയേണ്ട എന്റെ ചാനലിൽ പോലും ഞാൻ പറഞ്ഞിട്ടില്ല. അതിന്റെ ആവശ്യമില്ല. അതൊക്കെ ഞങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ചോദിച്ചുകൊണ്ടാ നീ എന്തിനൊക്കെ കേൾക്കണം എനിക്ക് അവിടെ പോകും. ഞാൻ പോകും, എനിക്ക് എന്റെ ആവശ്യമില്ല. എനിക്കില്ല. നീ അവിടെ പോയി വലിയ പോകാൻ ഒരു സീറ്റ് ഉണ്ട്. അത് ഞാനാണ്. അവര് പോട്ടെ, അവരോട് മതി. അവര് കൂടുതൽ ഇങ്ങോട്ട് ഇട്ടുതന്നെ കാര്യം ചോദിച്ചാൽ ഇപ്പൊ ചേച്ചി പറഞ്ഞു രേണുസുധിക്ക് പോസിറ്റീവ് ആയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ഇടുന്നതാണ് ഇപ്പൊ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ 3 മാസം കൂടെ $100 കിട്ടും. അപ്പൊ ഇനി കുറച്ചാൾ കഴിയുമ്പോൾ നെഗറ്റീവ് ഇടാൻ തോന്നി അല്ല അതെങ്ങനെ അറിയാം? സ്റ്റഡി ചെയ്തോ? എന്തിന് അതാണ് ഈ മണ്ട ചോദ്യം. ഈ സോഷ്യൽ മീഡിയ തുറന്ന് നീ യൂട്യൂബിൽ എനിക്കത് വേണ്ട. അവക്ക് നെഗറ്റീവ് പറയാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ ഫ്രണ്ടായിട്ട് ഞാൻ ഇത്ര അടുപ്പം പറയുന്നു സംസാരിക്കാൻ പറ്റും. അപ്പൊ പിന്നെന്താ എടുക്കൂലെന്ന് അറിയത്തില്ല. അച്ഛനെ വിളിച്ചാൽ മതിയല്ലോ. എനിക്കറിയത്തില്ല. ഞാൻ അവരെ അച്ഛനെ വിളിക്കാം. ഇപ്പൊ സംസാരിക്കണം. അങ്ങനല്ലല്ലോ, ഞങ്ങള് ഭയങ്കര ക്ലോസ് ആണ്. അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ വിളിക്കുന്ന ഉടനെ എടുക്കാം. അവരച്ഛനെ കൊണ്ട് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറയല്ലേ. നിങ്ങൾ കാലം മോനെ ഒഴിച്ചു. നീ 3 കോപ്പിക്കാതെ നിങ്ങൾ വിചാരിക്കുന്നത്
അവളിപ്പോ പറഞ്ഞു നേരത്തെ പറഞ്ഞ ഒന്നും കിട്ടുന്നില്ലല്ലോ എന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ചോദിക്കാൻ 3 മാസം കൊണ്ട് ഒന്നും കിട്ടുന്നതാണ്. അത് നിന്റെ ശരിയാക്കി തരാം. ഞാൻ വിളിക്കുന്നുണ്ട്. രേണുവിന്റെ വീട്ടുകാരെ ബോധിപ്പിച്ചാൽ മതി. നിന്നെ എനിക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ ഫ്രണ്ട്സാണ് തെളിയിക്കുന്നതിന് ഒന്ന് വിളിക്കേ. അച്ഛനെ വിളിക്കാം, അച്ഛനെ വിളിക്കാം. രേണു ആദ്യം വിളിക്കാം. അവള് ഫോൺ എടുത്തില്ല എങ്കിൽ അച്ഛനെ വിളിക്കാം. വിളി. അപ്പൊ നമുക്കറിയില്ല എത്രത്തോളം. ഞാൻ ചോദിക്കും $100 നിനക്ക് അറിയാമോ ഞാൻ ചോദിക്കും. അറിയത്തില്ലെന്നാണ് അവള് പറഞ്ഞ. ഇപ്പൊ ഇവിടെ പിന്നെ മിണ്ടരുത്, വായിൽ സ്റ്റിച്ചിട്ട് വെക്കണം. അത് നിന്റെ കയ്യിൽ ഇരിക്കുകയാണ് അതിന്റെ വാ. നിന്റെ കയ്യിൽ ഇരിക്കുകയാണോ അതിന്റെ വാ സ്റ്റിച്ച് ഇടണോ വേണ്ടായെന്ന്? രേണുവിനെ തന്നെ വിളിക്കണം. അല്ലല്ല, നിന്റെ കാമുകിയെ വിളിക്കാം. ആര് പറഞ്ഞു? ഏതാടാ വിളിച്ചാൽ കാണിച്ചു. അല്ല അവള് ഇവിടെ പോയിരിക്കും കേട്ടോ. നാളെയാ? ഇന്ന് 30 നാളെ 30. നാളെയാ? അതാ ഞാൻ പറഞ്ഞ ചേച്ചിയെ വിളിക്കാം. കിട്ടും. അവളെ വിളിച്ചാൽ കിട്ടും. നാളെ ഇല്ലയോ? ഒന്ന് വിളിച്ചാൽ കിട്ടും. നാളെ എന്തോ ട്രീറ്റ്മെന്റ്? നാളെ അടുത്ത കീമോ എടുക്കാമെന്ന് പറഞ്ഞു. നമ്പർ പോലും ഇല്ല. ഇതൊക്കെ ചുമ്മാ നമുക്ക് നടപ്പ് നമുക്ക് കരിമ്പടത്തെ കുറിച്ച് ഡിലീറ്റ് ചെയ്താണോ? കാരണം ഫോടാ അവിടെ. ഇതിനൊക്കെ രേണു കണക്ക് പറയാൻ പോകുന്നത്. നീ പറയുന്നതിനൊക്കെ രേണു കണക്ക് പറയും. നീ കണ്ടോ? അത് കണക്ക് പറയാം. $100 ഫോടാ ഇറക്കാം അവിടെ. സ്പീക്കർ അത് എടുത്തിട്ട് സ്പീക്കർ ഇടാം. നിക്കടാ, പോടാ അവിടെ. എടുക്കത്തില്ലടാ, അച്ഛനെ വിളിക്കാം. ഈ ഹോസ്പിറ്റലിൽ ഇവിടെ വന്നതിന് ശേഷം ഫോണുള്ള കയ്യിൽ അധികം ഇല്ല. ഹലോ രേണു, ഡി മോളെ, ഇവിടെ ഞങ്ങളൊരു സിനിമയുടെ പ്രൊമോഷൻ വേണ്ടിട്ട് ഇരിക്കുകയാണേ. ഇവിടെ നമ്മുടെ അനീഷ് പൊന്നപ്പൻ ഇരിപ്പുണ്ട്, പിന്നെ വേറെ കുറെ ആൾക്കാർ ഇരിപ്പുണ്ട്. ഇവര് എന്നെ ശരിക്കും വലിച്ച് ഈ പേപ്പർ തൊട്ടിച്ച് വെച്ചിരിക്കുകയാണ്. നിനക്ക് വേണ്ടി ഞാൻ വീഡിയോ ഇടുന്നത് എനിക്ക് ഏണിങ്സിന് വേണ്ടിയിട്ടാണ്. ഇപ്പോഴും ഈ അവസ്ഥയിൽ നിന്നെ വിറ്റ് ഞാൻ തിന്നുന്നൊക്കെയാണ് പറയുന്നത്. ഈ $100 അറിയാവോടി? മിണ്ടരുത്. ഞാൻ മിണ്ടുന്നില്ല. $100 ഓരോ മാസം കിട്ടുന്ന നിനക്കറിയാവോ? ഓരോ മാസം മിണ്ടരെന്ന് പറഞ്ഞില്ലേ? ചോദിക്കട്ടെ. 2-3 മാസം ആണ്ടോ? അവർക്ക് അറിയത്തില്ല. പറഞ്ഞു 3 മാസം കൂടുമ്പോഴാണ്. സത്യം പറഞ്ഞ ഇവനെ അങ്ങ് വഴി അനീഷ് വേറെ ആരാണെങ്കിലും ഇവൻ എന്നെ എന്തെല്ലാം പറഞ്ഞ ഈ മീഡിയ ചാനലിന്റെ മുമ്പിലാണ് ഞാൻ ഇരിക്കുന്നത്. എന്റെ അടുത്ത് പറയുന്നത് ഞാൻ ഇപ്പോഴും നിന്റെ അസുഖത്തെ വിറ്റ് നിനക്ക് എപ്പോഴെങ്കിലും നിന്റെ അസുഖത്തെ വിറ്റ് ഞാൻ തിന്നുന്ന ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെയല്ല ഞാൻ പറയുന്നത്. നാളത്തെ കീമോടെ കാര്യമാണ് അതെ. അങ്ങനെയല്ല പറയുന്നത്. മക്കൾ മാറ്റി പറഞ്ഞില്ല. ഞാൻ അങ്ങനെയാണോ പറയുന്നത്? നിന്നെ കാണാൻ വരുമ്പോ നിനക്ക് നിന്റെ മനസ്സിന് ഡൗൺ ആക്കുന്ന രീതിയിൽ എന്തെങ്കിലും സംസാരിക്കും. പിന്നെ കൂടുതൽ എനർജി ആക്കി ചെയ്യണം മോളെ, ചെയ്യണം, വീഡിയോ ചെയ്യണം. ഞാൻ പറഞ്ഞിട്ടാണ് നീ പിറ്റേന്ന് മുതൽ റീൽസ് ഇടാൻ തുടങ്ങിയത്, ആണോ അല്ലേ? അവളെ കണ്ടിട്ടേ എനിക്ക് സഹിക്കാൻ പറ്റില്ല നിന്റെ ആ കിടത്ത കണ്ടിട്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞോണ്ടിരിക്കുക. ഞാൻ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഇങ്ങനെ മനസ്സിൽ ഉദ്ദേശിച്ചാണ് വീഡിയോ ഇടുന്നെങ്കിൽ അത് നിർത്തണമെന്നാണ്. അത് അവർക്കറിയാം. അതായത് റീച്ച് അറിയാമെങ്കിൽ പിന്നെ ഓക്കെ. ഞാൻ രണ്ടിടത്തും പറഞ്ഞു. ഇപ്പൊ എന്തോ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ നിന്നെ വിറ്റ് ചെയ്ത് നിന്റെ അസുഖത്തെ വിറ്റ് അതെന്തോ ചിന്തിച്ചിട്ട് പോലും ഞാൻ പറഞ്ഞു വേറെ ശരിക്കും അവരുടെ അടുത്ത് പറയുന്നത് വേറെ കുറിച്ച് വീഡിയോ ഉണ്ടാന്ന് തോന്നി ആ നിമിഷം സ്റ്റോപ്പ് ചെയ്യും. ഒരിക്കലും നെഗറ്റീവ് എന്റെ വാക്ക് ഞാൻ പറയത്തൂല്ല എന്ന് ഞാൻ പറയുന്ന വാക്കുകൾ വേറെ പറയും. വളർത്തിരിച്ച് വേറെ വാക്കുകൾ പറയും. ഓക്കേടി. അറിയത്തില്ലായിരുന്നു. നിർത്തലേ പോട്ടെ വിട്ട് കളഞ്ഞേക്കുന്നത്. ആദ്യമായിട്ട് സുഹൃത്തുക്കളെ, ആദ്യമായിട്ട് സജീന മടവൂർ തോറ്റിരിക്കുകയാണ്. എന്റെ ജനസാ അപ്പൊ തോൽവി സമ്മതിക്കാത്ത
സജീന ആ. വിജയിച്ചെന്ന് നമ്മള് പറഞ്ഞു. ആ. എന്തായാലും ഇവിടെ തോന്നി അല്ല കരിമ്പടം ജയിക്കട്ടെ. കരിമ്പടം ജയിക്കട്ടെ. അതെ, നമുക്ക് എല്ലാവർക്കും ഇതിനെ കുറിച്ച് വിപരീത അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും പേഴ്സണലായിട്ട് കരിമ്പടം എന്ന് പറയുന്ന സിനിമ ആ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. ഒറ്റക്കെട്ടാണ്. കാരണം അത് അത്രത്തോളം ഞാന് കഴിഞ്ഞ ദിവസം effort ഉണ്ട് ഇതിനകത്ത് എല്ലാവരുടെയും. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഇടാ ഞാൻ വേണമെങ്കിൽ പിന്നെ ഇടാം റീലൊക്കെ ഇടാം ഇതിന് സിനിമ കണ്ടോ? സിനിമയെ കുറിച്ച് റീൽ ഇടാം. രേണു അപ്പൊ ഞാൻ പറയാം എനിക്ക് വയ്യ സുഖമില്ലാത്തോണ്ട് നമ്മളത് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയിരുന്നത്. അത് എന്നെ നിർത്തി ഒരു സെൽഫി ഒക്കെ എടുത്തായിരുന്നു. അപ്പൊ ഞാൻ അറിഞ്ഞില്ല, അവള് പിന്നെ അത് ഇതിലിട്ട് സ്റ്റോറി ആയിട്ട് ഇട്ടത്. നമ്മളാരും ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല, നമ്മൾ ജസ്റ്റ് അവളുടെ അസുഖത്തെ കുറിച്ച് അറിയാൻ തീർച്ചയായിട്ടും എന്റെ അടുത്തും പറഞ്ഞു പിന്നെ പ്രൊമോഷൻ ചെയ്യാന്ന്. കാരണം ഈ അവസരം നമ്മൾ ഒരിക്കലും പേഴ്സണൽ ആയിട്ട് ഒരിക്കലും നമുക്ക് ഒരു കാര്യത്തിന് നമ്മൾ ചെയ്യത്തില്ല. ഇവൻ ചെന്ന് ഫോട്ടോങ്കിലും എടുത്ത്, ഞാൻ പോയിട്ട് ഫോട്ടോ അത് ഞാൻ കുറെ നിർബന്ധിച്ചിട്ട് ലാസ്റ്റ് ഞാൻ പോരാന്നാണ് എടുത്തത്. ഒരു പോയിന്റ് എനിക്കാണേ അല്ല എന്നാൽ 100 അത് വളരെ മോശമാണ്. ഞാനല്ല അവളെ എടുത്ത് അവളാണ് ഇട്ട് ഞാനാണോ അമ്മയല്ലല്ലോ, നീയല്ലേ നിന്നത്. സ്റ്റാറ്റസ് ഇട്ട് അവൾ കഴിഞ്ഞില്ലേ? മതിയോ? ആ കരിമ്പടത്തിലേക്ക് പോവാം. പിന്നെയും പോവാം. ഓക്കെ. കരിമ്പടം. അപ്പം കരിമ്പടം ഓഗസ്റ്റ് 7. ഓഗസ്റ്റ് 7. അപ്പൊ കരിമ്പടം കരിമ്പടം എന്ന് പറയുന്ന ഒരു കരിമ്പടത്തെ കുറിച്ച് പറയാണെങ്കിൽ ഒരു താരങ്ങളില്ലാത്ത താരം. അത് ആദ്യം നമ്മൾ സിനിമ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു സ്റ്റോറി വരും, ഇതാണ് കഥ. രണ്ടാമത് കാണുമ്പോൾ അത് എന്താണോ ഡയറക്ടറും റൈറ്ററും ഉദ്ദേശിച്ച ആ സിനിമ നമുക്ക് എന്താണെന്ന് മനസ്സിലാവും. അതാണ് സിനിമയുടെ മേക്കിംഗ് എങ്ങനെയാണ്. അപ്പൊ എന്തായാലും വയലൻസ് ഉണ്ടെന്ന് തോന്നുന്നു കുറച്ച് കൂടുതൽ. അപ്പൊ അത് വയലൻസ് ഉണ്ട്, ലവ് ഉണ്ട്, എല്ലാം കൂടെ മിക്സ്ഡ് ആണ്. മോഷണം ഇപ്പൊ സത്യം പറഞ്ഞ ഇവര് സിനിമ മനസ്സിലാക്കി കഴിഞ്ഞാട്ടാ. ഇപ്പൊ ടിക്കറ്റ് എടുക്കാതെ പടം കണ്ടത് നിങ്ങളാണ്. അതാണ് ഒന്നും മനസ്സിലായില്ല. പക്ഷെ നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാതെ ഇപ്പൊ പടം കണ്ടു. മനസ്സിലായില്ലെന്ന് പറഞ്ഞില്ല, ഇത് അതാണ് കണ്ടാലേ മനസ്സിലാവും. മനസ്സിലാവില്ല. കഥ ഇപ്പൊ പറഞ്ഞു കൊടുത്തില്ല നമ്മള്. ഏറ്റവും ദിവസം പറഞ്ഞിട്ട് 2 ടിക്കറ്റ് ഫിലിമിലെ ഗ്രാഫ് സ്ലോയില് സ്റ്റാർട്ട് ചെയ്തിട്ട് അല്ല ദാണ്ടേ കഴിയുമ്പോ ഒറ്റ ഇതിൽ ആരാണോ നായകൻ ആരാണോ വില്ലെന്ന് പറയാൻ പറ്റില്ല. അതാണ് അവസ്ഥ സിനിമയില്. അതിനകത്ത് നായകനുണ്ടല്ലോ. അതായത് ഞാൻ പറഞ്ഞല്ലോ ഒരു 1.5 മണിക്കൂറിനകത്ത് എന്റെ കയ്യിലാണ് ഉള്ളത് കഥ. ഇത് മൂവി എന്നിലൂടെയാണ് ഓടിപ്പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ ഹീറോ, അതായത് പുള്ളിയുടെയാണ് സ്റ്റോറി, എന്നിലൂടെയാണ് കഥ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഇതിനിടയ്ക്കൊക്കെ നമ്മളും വരുന്നത് 2.5 മണിക്കൂർ. പക്ഷെ പറഞ്ഞല്ലേ, ഒരു ചെറിയൊരു കഥാപാത്രം ആണെങ്കിൽ പോലും അതിന് അത്രത്തോളം ഡെപ്ത് ഉണ്ട്. അത് ഇമ്പോർട്ടൻ്റ്. അതാണെങ്കിൽ ഈ കരിമ്പടം എന്ന് പറയുന്ന ആ ഒരു നമ്മുടെ കമ്പിളി പുറത്ത് അതും ഇതിലൊരു ക്യാരക്ടറാണെന്ന് വേണമെങ്കിൽ പറയാം. അതിന് ഇമ്പോർട്ടന്റ് റോളാണ് ഇതിനുള്ളത് സിനിമയിൽ. അപ്പൊ ബാക്കി എന്തായാലും പ്രേക്ഷകർ തിയേറ്ററിൽ വന്നിട്ട് കാണട്ടെ അല്ലേ? പ്രേക്ഷകരുടെ അടുത്ത് നമുക്ക് പറയാനുള്ളത് എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം. ഈ പറഞ്ഞ കണക്ക് താരങ്ങളില്ലാത്ത താരനിശ ആ സിനിമ കണ്ട് ഞങ്ങളെ കഴിവിന്റെ പരമാവധി എല്ലാവരും വിജയിപ്പിക്കണം, പ്രോത്സാഹിപ്പിക്കുകയും നിങ്ങൾ പൈസ ചെലവാക്കി ടിക്കറ്റ് എടുത്താൽ അതൊരിക്കലും നഷ്ടമാവില്ല. അത് ഞങ്ങൾ ഉറപ്പ് തരുന്നു. പിന്നെ അത് കണക്ക് ഈ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും ഫസ്റ്റ് ഡേ തന്നെ സിവിലും കാണാൻ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പൊ അടിപൊളിയോട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.